മോർണിംഗ് വൈബ്സ് തുടരുന്നു. ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശ്വാസമുട്ടിയും ആന്തരികാവയവങ്ങളിൽ രക്തം കട്ടപിടിച്ചും നെഞ്ച് തകർന്നും വാരിയലുകൾ പൊട്ടിയുമാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഹാത്രസിനും ഇറ്റയ്ക്കും പുറമെ മധുര, ആഗ്ര, പിലിഭിറ്റ്, അലിഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. എന്നാലും അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തമാണ് അവിടെ ഹാത്രസിൽ സംഭവിച്ചത്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സുവി, എന്താണ് വിവരങ്ങൾ? എൽദോ, ദാരുണമായ വാർത്തകൾ തന്നെയാണ് ഹത്രസിൽ നിന്ന് പുറത്തുവരുന്നത്. ഹത്രസിൽ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. മിക്കവരും മരിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിയും വാരി എല്ലുകൾ തകർന്നും നെഞ്ച് തകർന്നുമാണ്. രക്തം കട്ടപിടി തൊറാസിക് കാവിറ്റിയിൽ രക്തം കട്ടപിടിച്ചുമാണ് ഇവരുടെ എല്ലാം മരണം സംഭവിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 121 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇനിയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. പോസ്റ്റ്മോർട്ടം ആയവരെല്ലാം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് ഹത്രസിലും ഇറ്റയിലും ഉള്ള ആളുകളാണ് ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. അതിനു പുറമെ അലിഗഡ്, മധുര ഉൾപ്പെടെയുള്ള അന്യദേശത്ത് നിന്നുള്ളവർ പോലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. 121 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. ഏതായാലും ഇതിന്റെ എല്ലാം മേൽനോട്ടം, ഈ മൃതദേഹങ്ങൾ കൊടുക്കുക, പരിക്കേറ്റവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകുക, ഇതിനെല്ലാം വേണ്ടി ഒരു 3 അംഗ മന്ത്രിതല സംഘത്തെയും അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച സാഹചര്യമാണുള്ളത്. ഏതായാലും ഹത്രസ് ദുരന്തം വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി തന്നെ തുടരുകയാണ് എൽദോ.